അപ്പം നമ്മൾ KSS കുക്കിംഗ് ചാനലിലേക്ക് KSS കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം രാവിലെ മോർണിംഗിൽ എഴുന്നേറ്റു, നമ്മളെന്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളക്കൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു ദിവസത്തിന് തുടക്കമായി. പിന്നെ നമ്മൾ കിച്ചണിൽ പോയി അവിടെ ചെന്ന് നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചു. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെള്ളം വെച്ചു. ബസുമതി അരിയാണ് ഇടുന്നത്. വെള്ളം വെച്ചു. അതിനകത്ത് കറുവപ്പട്ട ഇട്ടു, ഉപ്പിട്ടു, നെയ്യിട്ടു, ഇതെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. ചോറ് ആവശ്യത്തിനുള്ള അരി എടുത്ത് കഴുകി അങ്ങോട്ടിട്ടു. അതൊരു റൈസ് കുക്കറിലാണ് വെക്കുന്നത്. ഒരു 7 മിനിറ്റ് മതി. 7 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ അത് വാർത്തിടാം നമുക്ക്. അതിനുശേഷം നമ്മൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞിട്ട് നമ്മൾ റൈസാക്കി എടുക്കണം. അറിയാമല്ലോ, അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചായക്കുള്ള പാൽ തിളപ്പിച്ചു. ആവശ്യത്തിനുള്ള ചായ എടുത്തു, അത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ അതിന് കറി ഉണ്ടാക്കണ്ടേ, റൈസിന് കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മട്ടർ പനീറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോൾ സവാള എരിഞ്ഞു, അത് കഴിഞ്ഞ് അത് തയ്യാറാക്കി ഇവിടെ മാറ്റി വെച്ചു. അപ്പോൾ മട്ടർ പനീർ കറി റെഡിയായി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി. റവ കൊണ്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കരിവേപ്പില ഇട്ടു, ഉഴുന്നിട്ടു, സ്വല്പം ജീരകം ഇട്ടു, വറ്റൽമുളക് ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നെയ്യിട്ടു, വേണമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യമുള്ള ഉപ്പിട്ടു. നമ്മളത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവ ചേർത്തു, നന്നായിട്ട് ഇളക്കി. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ റവ ഇടാനായിട്ട്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് റവ ഇട്ടു, തേങ്ങ ഇട്ടു, നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഉപ്പുമാവ് തയ്യാർ. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി മാറ്റി വെച്ചു. പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ലോലോലിക്ക് അച്ചാറുണ്ട്. അതെല്ലാം നമ്മൾ കുപ്പിയിലാൻ വൃത്തിയാക്കി എടുത്ത് കുപ്പിയിലാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിന് വേണ്ട കുക്കറിനകത്ത് അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം നല്ല വൃത്തിയായിട്ടിട്ട് കഴുകിയെടുത്ത് അതെല്ലാം വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് വേവിച്ച് മാറ്റി വെച്ചു. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മൾ വേവിക്കുന്നത്. ഉപ്പ് ചേർക്കേണ്ട, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് ഇട്ടുമെങ്കിലും മുളക് പൊടിയും കൂടെ ചേർത്താണ് നമ്മൾ ഒരു ഫിസിൽ കഴിയുമ്പോൾ എടുത്ത് മാറ്റി വേവിച്ച് വെച്ചു. അതിനുവേണ്ടി അത് കഴിഞ്ഞ് തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം കൂടെ അരച്ച് ചതച്ചെടുത്തത് മാറ്റി വെച്ച് കറിവേപ്പിലയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് കുക്കർ ഫിസിൽ മാറ്റിയിട്ടെടുത്ത് വെച്ച് ഉപ്പും പിന്നെ നമ്മൾ പുളിയും കൂടെ ചേർത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള